അപ്പൊ എക്സാമിന് പോകുമ്പോഴേ അല്ലെങ്കിൽ ഇടയ്ക്ക് റിവിഷൻ നടത്താൻ ഇത് എടുത്ത് പഠിച്ചാൽ മതി. കാരണം എല്ലാ നല്ല പോയിന്റുകളും ഇതിനകത്തുണ്ട്. അപ്പൊ ഇങ്ങനെ പഠിക്കുന്നതാണ് സയൻസും സോഷ്യൽ വിഷയങ്ങളൊക്കെ കുട്ടികൾക്ക് SLCക്കും പ്ലസ് വണ്ണൊക്കെ അതുപോലെ സയൻസും ഒക്കെ വളരെ പ്രയാസമാണ്, ലബോറിയസ് ഉണ്ട്. അപ്പൊ നമസ്കാരം, മൈൻഡ് വിഷന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഭവ്യ ലക്ഷ്മിയാണ്. ഭവ്യ ലക്ഷ്മി SSLCക്ക് ഫുൾ A+ ഒക്കെ വാങ്ങി ഇപ്പോൾ +1 അഡ്മിഷൻ ഒക്കെ എടുത്തു. ഭാവിയിൽ ഒരു നല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണമെന്നാണ് ആഗ്രഹം. അമേരിക്കയിലൊക്കെ പോകണം എന്നുള്ള ആഗ്രഹമാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട്. മെമ്മറി ബൂസ്റ്റർ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ്, സൂപ്പർ മെമ്മറി ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പഠിക്കുന്ന വിഷയങ്ങൾ മറന്നുപോകും. പഠിക്കും പക്ഷെ മറന്നുപോകും. അപ്പൊ എന്താണ് ഈ മറന്നുപോകുന്നത്? ഇതിന്റെ സൈക്കോളജി എന്താണ്? നമ്മുടെ ബോധമനസ്സാണ് കാര്യങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നായാലും അധ്യാപകരുടെ മൗത്തിൽ നിന്നായാലും പിടിച്ചെടുക്കുന്നത്. അധ്യാപകൻ പറയുന്ന ലെക്ചർ ക്ലാസ്സിൽ കേട്ടിരിക്കുമ്പോഴും ടെക്സ്റ്റ് ബുക്കിൽ ഇരിക്കുമ്പോഴോ വായിക്കുമ്പോഴോ ഒക്കെ നമ്മൾ അത് പിടിച്ചെടുക്കുന്നത് ബോധമനസ്സാണ്. ഇത് ഉപബോധ മനസ്സിന്റെ മെമ്മറിയിലേക്ക് സ്റ്റോർ ആവണം. പഠിക്കുന്ന കാര്യങ്ങൾ ഒരു പോയിന്റ് പോലും മറന്നു പോകാതെ പൂർണ്ണമായിട്ടും നമ്മുടെ ഉപബോധ മനസ്സിന്റെ ലോങ് ടൈം മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാം. ഇതിനായിട്ടൊരു സിമ്പിൾ മെത്തേഡ്, സെലക്റ്റീവ് ലേണിംഗ് ആൻഡ് കീനോട്ടിംഗ്. ലേൺ ചെയ്യുന്നത് സെലക്റ്റീവായിട്ട് നമ്മൾ ലേൺ ചെയ്യും, അത് കീനോട്ട് ചെയ്ത് ഉപബോധ മനസ്സിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ ഞാൻ ഭവ്യ ലക്ഷ്മിയായിട്ട് അത് ഷെയർ ചെയ്യുന്നു. ആ ഭവ്യ ലക്ഷ്മിയെ ട്രെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാക്കാം. എല്ലാ കുട്ടികൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഭവ്യ ലക്ഷ്മിയെ സാധാരണ എങ്ങനെയാ പഠിക്കുക? സയൻസ് വിഷയങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് കൂടുതൽ സയൻസ് സബ്ജക്ട്സിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ സയൻസ് വിഷയങ്ങളൊക്കെ ഭവ്യ ലക്ഷ്മി എങ്ങനെയാ പഠിക്കുന്നത്? പുസ്തകം ഒരു 1-2 വട്ടം വായിക്കും, എന്നിട്ട് ടീച്ചർ എഴുതുന്ന നോട്ട്സ് ഒക്കെ അത് കാണാം. ആദ്യം ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് പിന്നെ നോട്ട്സ് ഒക്കെ നോക്കും, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നോക്കും. പക്ഷെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ പൂർണ്ണമായിട്ട് നമുക്കത് മെമ്മറിയിലോട്ട് പോകത്തില്ല. അതിനാണ് നമ്മളിപ്പോ ഈ മെത്തേഡ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കുക. എങ്ങനെയാ വായിക്കുന്ന രീതി നോക്കട്ടെ, വായിച്ചു നോക്കിയും. മൊസ്കിറ്റോസിന്റെ ഒരു പാഠമാണ് അല്ലെ? മൊസ്കിറ്റോസ് ഒന്ന് വായിച്ചേ. Mosquitoes are found almost all over the world. There are many species of mosquitoes. The body of a mosquito. പക്ഷെ ഇങ്ങനെ വായിച്ചു പോയാല് നമ്മുടെ മൈൻഡ് അങ്ങ് ആബ്സെന്റ് മൈൻഡഡ് ആവും. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മെമ്മറിയിലോട്ട് പോകത്തില്ല, വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും, ആബ്സെന്റ് മൈൻഡഡ് ആവുകയും ചെയ്യും. അപ്പൊ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു വരി വായിച്ച് അവിടെ നിർത്തുക, എന്നിട്ട് ജസ്റ്റ് തിങ്ക് ചെയ്യുക, ആലോചിക്കുക. ഇതിനകത്ത് മെയിൻ പോയിന്റ് വല്ലതും നല്ല പോയിന്റ് വല്ലതും എടുക്കാനുണ്ടോ എന്ന് ചിന്തിക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ചേ, ഒന്നാമത്തെ വരി വായിച്ചേ. Mosquitoes are found almost all over the world. മൊസ്കിറ്റോസിനെ ലോകത്ത് എല്ലായിടത്തും കാണാം. മൊസ്കിറ്റോസ് ആർ ഫൗണ്ട് ആൾമോസ്റ്റ് ആൾ ഓവർ ദി വേൾഡ്. അപ്പൊ അത് വായിക്കുമ്പോൾ അതിന്റെ മീനിങ് മനസ്സിലായി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നുമില്ല. തിരിച്ച് മൊസ്കിറ്റോസിനെ ഇത് ഇന്ത്യയിലും അമേരിക്കയിലും മാത്രം കാണാം. അങ്ങനെയാണെങ്കിൽ 2 പോയിന്റ് എഴുതണം. മൊസ്കിറ്റോ എന്ന് എഴുതി വരയിട്ടിട്ട് ഇന്ത്യ ആൻഡ് അമേരിക്ക. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? മൊസ്കിറ്റോസ് ആർ ഫൗണ്ട് ആൾമോസ്റ്റ് ആൾ ഓവർ ദ വേൾഡ്. അപ്പൊ ഒന്നും എടുക്കാനില്ല, നമ്മളൊന്നും എഴുതണ്ട. അടുത്ത വരി വായിക്കുക. അപ്പൊ പേനയും പേപ്പറും അടുത്തിരിക്കണം. പേനയും പേപ്പറും എപ്പോഴും അടുത്തിരിക്കണം. അപ്പൊ നമ്മൾ എപ്പോ പഠിക്കുമ്പോഴും നമ്മുടെ കയ്യിൽ പേനയും കീ പോയിന്റ്, സെലക്റ്റീവ് ആയിട്ടുള്ള കീ പോയിന്റുകൾ എഴുതാനുള്ള പേപ്പറും കയ്യിലുണ്ടാകണം. അങ്ങനെ മാത്രമേ പഠിക്കാവൂ. അങ്ങനെ പഠിക്കുമ്പോഴാണ് സയൻസ് സബ്ജക്ട്സ്, സോഷ്യൽ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നമ്മുടെ സബ് കോൺഷ്യസിലോട്ട് പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ സെലക്റ്റീവ് ആയിട്ട് ലേൺ ചെയ്ത് കീനോട്ട് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ വരി വായിച്ചു, പോയിന്റ് ഒന്നുമില്ല, അത് വിട്ടു. അടുത്ത വരി വായിച്ചേ. There are many species of mosquitoes. There are many species of mosquitoes. പല വർഗത്തിലുള്ള മൊസ്കിറ്റോസ് ഉണ്ട്. പോയിന്റ് വല്ലതും എടുക്കേണ്ട ആവശ്യമുണ്ട് അതിനകത്ത്? എത്ര സ്പീഷീസ് ആണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. അതേസമയം there are 256 species. അങ്ങനെയാണെങ്കിൽ എഴുതണം. ഇവിടെ പോയിന്റ് ഒന്നുമില്ല. There are many species. വിട്ടുകളയുക. അടുത്ത വായിക്കുക. The body of a mosquito can be divided into 3 parts: head, thorax and abdomen. അവിടെ പോയിന്റ് ഉണ്ടോ? ഉണ്ട്. ബോഡിയെ കുറിച്ചാണ്, മൊസ്കിറ്റോയുടെ ബോഡിയെ കുറിച്ചാണ് പറയുന്നത്. ദ ബോഡി ഓഫ് എ മൊസ്കിറ്റോ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 പാർട്സ്: ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ. അപ്പൊ ഇവിടെ 2 പോയിന്റ് ആണ്. ബോഡിക്ക് എത്ര പാർട്സ് ഉണ്ട്, ഏതൊക്കെയാണ്? അപ്പൊ എഴുതണം. അപ്പൊ ആദ്യം ബോഡി എന്ന് എഴുതുക, പോയിന്റ് എഴുതിയ, കീ പോയിന്റ് എഴുതിയ. ആദ്യം മൊസ്കിറ്റോ എന്ന് പാഠത്തിന്റെ പേര് എഴുതിയിട്ട് ബോഡി എന്ന് എഴുതുക, ആരോ മാർക്ക് കൊടുക്കുക, 3 പാർട്സ് എഴുതുക, എന്നിട്ട് ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ 3 ആരോ മാർക്ക് കൊടുത്തല്ലേ 3 ലൈൻ കൊടുത്തിട്ട് ആ പോയിന്റുകൾ കുറിക്കുക. പെട്ടെന്ന് എഴുതി. ബോഡി 3 പാർട്സ്. ഏറ്റവും ചുരുക്കി വേണം കീനോട്ട് എഴുതാനായിട്ട്. ഈസും വാസ്തുവും ഒന്നും എഴുതണ്ട, അതിന്റെ മറ്റ് ഗ്രാമർ ഒന്നും വേണ്ട. പക്ഷെ ബോഡി 3 പാർട്സ് ഏതൊക്കെയാണെന്ന് എഴുതുക. 3 പാർട്സിന്റെ അവിടുന്ന് 3 വരകൾ താഴേക്ക് ഇട്ടിട്ട് ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ. ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ. ഇനി അത്ര എഴുതിയിട്ട് വേണം അടുത്ത വരി വായിക്കാൻ. അപ്പൊ നല്ല സൗണ്ടിൽ വായിക്കുക. അപ്പൊ ഇതിനുള്ള ഗുണമെന്ന് വെച്ചാൽ ഉറക്കം വരത്തില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വലത് കൈ വർക്ക് ചെയ്യുമ്പോൾ ഇടത് ബ്രെയിൻ വർക്ക് ചെയ്യും. അപ്പൊ ലെഫ്റ്റ് ബ്രെയിൻ ലോജിക്കൽ ബ്രെയിൻ ആണ്. നമ്മുടെ തിങ്കിങ് പവർ കൂടും, നമുക്ക് ഉറക്കം വരത്തില്ല, ക്ഷീണം വരത്തില്ല, വീണ്ടും വീണ്ടും പഠിക്കാൻ തോന്നുകയും ചെയ്യും. തിരിച്ച് മൗനമായിട്ടുള്ള വായിക്കുമ്പോൾ ഉറക്കം വരാറില്ലേ? മൗനമായിട്ടിരുന്ന് ഇങ്ങനെ നോക്കി വായിക്കുകയോ അല്ലെങ്കിൽ സാവകാശം വായിക്കുമ്പോൾ വെറുതെ വായന മാത്രമാണെങ്കിലാണ് ഉറക്കം വരും. അതും മൗനമായ വായന ഒരിക്കലും പാടില്ല. എപ്പോഴും ഉറച്ചു വേണം വായിക്കാൻ.
എന്നിട്ട് പോയിന്റ് കിട്ടുമ്പോൾ എഴുതുക. അടുത്ത വരി വായിച്ചേ. It has a pair of eyes on the head. വേണോ വേണ്ടായോ? അതിന് ഒരു ജോഡി കണ്ണുകളുണ്ട്, എല്ലാവർക്കും ഒരു ജോഡി ഉണ്ട്, കോമൺ ആണ്. അപ്പൊ അങ്ങനെ കോമൺ കാര്യങ്ങൾ എഴുതണ്ട. അടുത്തത് Mouth is present in front of the part of the head. ഒന്ന് വായിച്ചേ. Mouth is present in the front part of the head. മൗത്ത് ഈസ് പ്രസന്റ് ഇൻ ദി ഫ്രണ്ട് പാർട്ട് ഓഫ് ദി ഹെഡ്. വായ തലയുടെ മുൻഭാഗത്താണ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ. അപ്പൊ പിന്നെ എഴുതേണ്ട ആവശ്യമില്ല, അത് വിട്ടേക്ക. There is a long tube-like structure on the head which is called proboscis. there is a long tube-like structure on the head. തലയിൽ കൊമ്പ് പോലെ നീളത്തിൽ ട്യൂബ് പോലൊരു സാധനമുണ്ട്. ഇതിനെന്ത് വിളിക്കുന്നു? പ്രൊബോസിസ്. അത് നല്ല പ്രശ്നമാണോ? ചോദ്യം ചോദിക്കാവുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ എന്ത് എഴുതും? പ്രൊബോസിസ് എഴുതിയിട്ട് എന്താണെന്ന് എഴുതണം? ലോങ് ട്യൂബിലേക്ക് സ്ട്രക്ചർ ഓൺ ദി ഹെഡ്. മനസ്സിലായില്ലേ? പക്ഷെ ഇത് കണ്ടെഴുതരുത്, കാണാതെ വേണം എഴുതാനായിട്ട്. ആദ്യം നോക്കി മനസ്സിലാക്കുക. പ്രൊബോസിസ് ഒന്നോ രണ്ടോ തവണ പറഞ്ഞു നോക്കുക, എന്നിട്ട് മനസ്സിലായി എന്ന് ഉറപ്പാവുമ്പോ അത് എഴുതുക. എന്താണ് പ്രൊബോസിസ് എന്ന് പറഞ്ഞു നോക്കി? Long tube-like structure on the head. അപ്പൊ പ്രൊബോസിസ് എഴുതിയിട്ട് ബുക്കിലൂടെ എഴുതുക. അപ്പൊ ഇതിൽ എഴുതുന്ന എല്ലാ കാര്യങ്ങളും ഓർമ്മയിലായിരിക്കണം. ഒരിക്കലും ബുക്ക് നോക്കി പകർത്തരുത്. ബുക്കിലെ പോലെ വരുന്ന പകർത്തിയിട്ട് കാര്യമില്ല. പ്രൊബോസിസ് എഴുതുക, ഒരു ലൈൻ ഇടുക, എന്താണ് നമ്മൾ മനസ്സിലായ ഉത്തരം, ഓർമ്മയിലുള്ള ഉത്തരം കാണാതെ എഴുതുക. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുകയും ചെയ്യും, പോയിന്റുകളെല്ലാം സെലക്ട് ചെയ്യും, നോട്ട് ചെയ്യും. ഇതാണ് രീതി. ഓക്കെ, അടുത്ത വരി വായിച്ച്. The mosquito sucks blood from the human body with the help of proboscis. ഈ proboscis കൊണ്ടാണ് ബ്ലഡ് ഊറ്റി കുടിക്കുന്നത് ഹ്യൂമൻ ബോഡി. അപ്പൊ ഉപയോഗം എഴുതിയിട്ട് ടു സക്ക് ബ്ലഡ്, ഇങ്ങനെ ചുരുക്കി എഴുതാവും. ടു സക്ക് ബ്ലഡ് അത്ര എഴുതിയേ. ഇതിന്റെ യൂസ് എന്താണെന്ന് പറഞ്ഞാൽ ടു ബ്ലഡ് ഊറ്റാൻ, ടു സക്ക് ബ്ലഡ്. കഴിഞ്ഞു. അടുത്ത എഴുതും. അപ്പൊ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം എഴുതി. ഇനി എക്സാമിൽ പോകുമ്പോൾ ഇത് മാത്രം നോക്കിക്കൊണ്ട് പോയാൽ മതി. ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. നാളെ ടെസ്റ്റ് പേപ്പർ ഉണ്ടെങ്കിലും ഇത് മാത്രം നോക്കുക. നാളെ ഒന്നുകൂടെ റിവിഷൻ ചെയ്യാൻ വേണ്ടി, പാഠം റിവിഷൻ ചെയ്യാൻ വേണ്ടി ബുക്ക് പിന്നെ വായിക്കേണ്ട, പകരം ഈ നോട്ട്സ് മാത്രം നോക്കിയാൽ മതി. The mosquito has 3 pair of legs on its thorax. Mosquito has 3 pair of legs. സാധാരണ ഒരു പെയർ അല്ലെങ്കിൽ ഒരു കാല്, 2 കാല് അല്ലെങ്കിൽ 4 പക്ഷെ ഇവിടെ 3 പെയർ ഉണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ്. അപ്പൊ ലെഗ്സ് എന്തിന്റെ കാര്യമാണ്? ലെഗ്സിന്റെ കാര്യമാണ്. മസ്കിറ്റോയുടെ കാലിനെ കുറിച്ചാണ്. അപ്പൊ ലെഗ്സ് എന്ന് എഴുതിയിട്ട് 3 പെയർ. ലെഗ്സ് 3 പെയർ. ബ്രാക്കറ്റ് 6 എന്നിട്ട് അത് എഴുതാം. ബ്രാക്കറ്റ് 6. അതിനെക്കുറിച്ച് എന്തൊക്കെ പോയിന്റ് ഉണ്ടോ അതെല്ലാം ലെഗ്സിൽ നിന്ന് എഴുതാം. ലെഗ്സ് 3 പെയർ എന്നിട്ട് 3 പെയർ എഴുതി 6 എഴുതി. ഇനി ലെഗ്സിന്റെ അവിടുന്ന് വേറൊരു വര വരച്ചിട്ട് തൊറാക്സ്, അത് തൊറാക്സിലാണ്. ഇനി ലെഗ്സ് കർവ് ആണെങ്കിൽ കർവ് എന്ന് എഴുതാം. ലെഗ്സ് ബ്രൗൺ നിറമാണെങ്കിൽ ഒരു വര വരച്ച് ബ്രൗൺ എഴുതാം. എല്ലാ ലെഗ്സിന്റെ പോയിന്റും ലെഗിൽ നിന്ന് വരകൾ വരച്ച് എഴുതാം. ഇതാണ് കീനോട്ടിങ്ങിന്റെ. It has a pair of wings above the thorax with the help of which it flies. There is a pair of wings. ഒരു ജോഡി ചിറകുണ്ട്, അത് വെച്ചാണ് അത് പറക്കുന്നത്. അത് വേണോ? അതാണ് ഇമ്പോർട്ടന്റ് ആണ്. Okay. A female mosquito lays 200 to 300 eggs at a time on the surface of water. A female mosquito lays 200 to 300 eggs at a time. അത് വേണോ വേണ്ട? സാധാരണ കോഴിയും താറാവൊക്കെ ഒരു മുട്ടയിടും. പക്ഷെ ഇത് കൊതുക് എത്ര മുട്ട ഇടുന്നത്? ഒരേ സമയത്ത് 200 മുതൽ 300 വരെ മുട്ട. അപ്പൊ അത് എഴുതണം. അപ്പൊ എഗ് എന്ന് എഴുതാം, അല്ലെങ്കിൽ കുറച്ച് എഗ് അങ്ങ് വരച്ചു വെക്കാം. ഇങ്ങനെ വട്ടം മുട്ട വരച്ച് വെച്ചിട്ട് അപ്പൊ മുട്ടയാണ് നമുക്ക് മനസ്സിലാവും. അപ്പൊ രസകരമായിട്ട് കീഴോട്ട് എഴുതിയാൽ നമുക്ക് എഴുതുമ്പോഴൊരു നമ്മൾ ഹാപ്പി ആവും, നോക്കുമ്പോഴും ആ ഒരു മൂഡ് ഉണ്ടാവും. അപ്പൊ കുറച്ച് മുട്ട അങ്ങ് വരച്ച് വെച്ചിട്ട് വരയിടുക. മുട്ടയാണെന്ന് മനസ്സിലാവും. കുറെ മുട്ട വരച്ച് വെച്ചിട്ട് വരയിട്ടിട്ട് 200 to 300 അത്ര എണ്ണം മുട്ടയാണ് ഇടുന്നത്. 200 to 300. പിന്നെ അത് എവിടെ ഇടുന്നത്? സർഫസ് ഓഫ് വാട്ടർ. അപ്പൊ മുട്ട കിടന്ന് വീണ്ടും ഒരു വര എടുത്തിട്ട് സർഫസ് ഓഫ് വാട്ടർ. 2 പോയിന്റ് കിട്ടി. സർഫസ് ഓഫ് വാട്ടറിൽ മാത്രമേ മുട്ട എടുത്തുള്ളൂ. അപ്പൊ അത് എഴുതി. അടുത്ത വരി വായിച്ചേ. The larva comes out of the egg and later becomes pupa. And pupa turns into mosquito. അപ്പൊ ലൈഫ് സൈക്കിൾ ഇട്ടിട്ട് ആദ്യ എഗ്, ലാർവ, പ്യൂപ്പ, മൊസ്കിറ്റോ. ചെറിയ ലൈൻ കൊടുത്തങ്ങ് എഴുതിയോ. അപ്പൊ ഈ പുസ്തകത്തിലെ 2 വരി നമ്മൾ ചെറുതാക്കി എഴുതി. കീനോട്ട് എപ്പോഴും വളരെ ബ്രീഫ് ആയിരിക്കണം. ലൈഫ് സൈക്കിൾ, ആദ്യ എഗ്, പിന്നെ ലാർവ, പിന്നെ പ്യൂപ്പ, പിന്നെ മൊസ്കിറ്റോ. ബ്രാക്കറ്റ് അക്ഷരമാല ക്രമം എഴുതിയത് ELPM. അത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും തെറ്റത്തില്ല. അടുത്ത വരി വായിച്ചേ. The pupa turns into a mosquito. The lifespan of a mosquito is about 2 weeks. എന്തോ പറയുന്നത്? മൊസ്കിറ്റോയ്ക്ക് ആകെ ഉള്ള ഒരു ലൈഫ് സ്പാൻ 2 weeks മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ലൈഫ് സ്പാൻ 2 weeks. ഒരു ജീവിത കാലഘട്ടം മൊസ്കിറ്റോയുടെ. എഴുതിയേ ലൈഫ് സ്പാൻ 2 weeks. കഴിഞ്ഞു. അപ്പൊ നമ്മൾ 2 പാരഗ്രാഫിന്റെ നോട്ട്സ് എഴുതി, മെയിൻ പോയിന്റുകളെല്ലാം എഴുതി. ഇതാണ് മെയിൻ പോയിന്റ് എഴുതിയിരിക്കുന്നത്. വളരെ ബ്രീഫായിട്ട്
ആ മെയിൻ പോയിന്റുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് ഫയൽ ചെയ്യുക. ഓരോ ദിവസവും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ഇതാണ് കീ നോട്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകളെ സെലക്ട് ചെയ്യുന്നു. ഇതിന് കളർ പേന, ഇപ്പൊ എഴുതുമ്പോൾ ഗ്രീൻ പേന ഉപയോഗിക്കാം. പ്രധാനപ്പെട്ടത് ചിലതൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് റെഡ് ഉപയോഗിക്കാം. മൾട്ടി കളറിലെ റെഡ്, ഗ്രീന്, ബ്ലൂ, ബ്ലാക്ക്. അപ്പൊ ഗ്രീൻ കൂടുതൽ ഉപയോഗിക്കാം. വീട്ടിൽ വെച്ച് എഴുതുകയല്ലേ, ഗ്രീൻ സ്കൂളിൽ കൊണ്ടുപോകണ്ട. അല്ലാതെ വീട്ടിൽ വെച്ച് പല കളറിൽ എഴുതുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഫയലിനകത്തോട്ട് വെക്കുക. അപ്പൊ എക്സാമിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്ക് റിവിഷൻ നടത്താൻ ഇത് എടുത്ത് പഠിച്ചാൽ മതി. കാരണം എല്ലാ നല്ല പോയിന്റുകളും ഇതിനകത്തുണ്ട്. അപ്പൊ ഇങ്ങനെ പഠിക്കുന്നതാണ് സയൻസും സോഷ്യൽ വിഷയങ്ങളൊക്കെ കുട്ടികൾക്ക് SLCക്കും പ്ലസ് വണ്ണൊക്കെ അതുപോലെ സയൻസും ഒക്കെ വളരെ പ്രയാസമാണ്, ലബോറിയസ് ഉണ്ട്. അപ്പൊ പഠിച്ചത് പിന്നെയും വായിക്കണമെങ്കിൽ വീണ്ടും അത്രയും സമയം തന്നെ എടുക്കും. ഇതാകുമ്പോൾ ഇനി റിവിഷൻ നടത്തുമ്പോൾ നമ്മൾ 1 മണിക്കൂർ കൊണ്ട് കീനോട്ട് എഴുതിയത് വെറും 5 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ്സ് കൊണ്ട് റിവിഷൻ കഴിയും. അതാണ് ഈ ഒരു മെത്തേഡിന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ ഈ സെലക്ടീവ് ലേണിംഗ് ആൻഡ് കീനോട്ടിംഗ് എന്ന് പറയുന്ന ഈ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇത് എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് പഠിക്കുന്ന ഒരു കാര്യങ്ങളും, കാരണം ഈ സമയത്ത് നമുക്ക് പൂർണ്ണമായ ബോധം, കോൺഷ്യസ്നെസ് ഉണ്ട്. നമ്മുടെ മൈൻഡ് സ്വപ്ന ലോകത്തേക്ക് പോകത്തില്ല. കാരണം ഏതൊരു വിദ്യാർത്ഥിയും ഒരു കാര്യം ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ മൈൻഡ് അവിടെ തന്നെ നിൽക്കും. ഇല്ല, നമ്മൾ വെറും വായനയാവുമ്പോൾ പല ചിന്തകളിലേക്ക് അങ്ങ് പോകും, മനസ്സ് വിട്ടുപോകും. അപ്പോൾ പഠിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യാം, മടി അങ്ങ് മാറും. അതുപോലെ പല പ്രശ്നമാണ്. ഒന്നും പഠിക്കാൻ പുസ്തകം എടുക്കാൻ തോന്നുന്നില്ല, അതൊരു പ്രശ്നം. അതുപോലെ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ഉറക്കം വരും, അതൊരു പ്രശ്നം. പിന്നെ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അങ്ങ് സ്വപ്ന ലോകത്തേക്ക് പോകും. പുസ്തകം മുമ്പിൽ വയ്ക്കുകയും ചെയ്യും, വേറെ ലോകത്തേക്ക് ചിന്തിച്ചുകൊണ്ടായിരിക്കും. പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് പഠിച്ചു കഴിയുമ്പോൾ നിർത്തിയിട്ട് പോകണമെന്ന് തോന്നും. ഈ പ്രശ്നങ്ങൾ ഒത്തിരി നേരം പഠിച്ചാലും പ്രയോജനമില്ല, ഓർമ്മയില്ല. ഈ പ്രശ്നം മുഴുവൻ പരിഹരിച്ച് പഠിക്കുന്ന മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ട് ഓർമ്മയിലേക്ക് പതിയാൻ പറ്റിയ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ടെക്നിക്കാണിത്. എല്ലാവരും അപ്ലൈ ചെയ്യുക. എല്ലാവരും ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ മെമ്മറി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അത് ഇമ്പ്രൂവ് ആകുന്ന വിവരം കമന്റ് ബോക്സിൽ ഇടുക. തീർച്ചയായിട്ടും ഞാൻ അതിന്റെ മറുപടി കിട്ടും. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.